ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ എത്തിയപ്പോൾ എൻ്റെ കൂടെ എന്നെ സ്നേഹിച്ചിരുന്ന കുറേ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ചില്ല. പക്ഷെ ഇവരെല്ലാം നിർബന്ധപൂർവം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പാർട്ടിയിലൊരു സത്യത്തിൻ്റെ മുഖം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു തണൽ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ചേച്ചിയുടെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോരൂ, അല്ലാണ്ട് പത്മജ വേണുഗോപാൽ ഇറങ്ങില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ പത്മജയ്ക്ക് എന്ത് കഴിവുണ്ട് അല്ലെങ്കിൽ പത്മയ്ക്ക് കോൺഗ്രസ്സുകാരായിട്ടുള്ള എന്താ ബന്ധം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് എൻ്റെ പിതാവ് നേരത്തെ പറഞ്ഞില്ലേ, ആസാം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചു. എൻ്റെ പിതാവ് 4-5 പ്രാവശ്യം ഡൽഹി പോയി സോണിയാഗാന്ധി കാണാൻ പോലും ഒരു അവസരം കൊടുത്തില്ല. ആ അച്ഛൻ മടങ്ങി വന്ന സങ്കടം കണ്ട ഒറ്റ ആൾ ഞാനാണ്. ഒരു കോൺഗ്രസ്സുകാരനും ആ സങ്കടം കണ്ടില്ല. അദ്ദേഹം തിരിച്ചു വന്ന് DIC പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം ഏറ്റവും എതിർത്തിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് അദ്ദേഹം കൈ കൊടുത്തു. അന്ന് ആർക്കൊരു പരാതി ഇല്ലേ? പത്മജ പോയപ്പോൾ എന്താ, പത്മജ കഴിവില്ലാത്തവൾ, പത്മജ പോയാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എന്തിനാ എന്നെ വെറുതെ ചീത്ത പറഞ്ഞ സമയം കളയണേ? കാരണം ഈ കോൺഗ്രസ്സിൽ ഇരുന്ന് അത്ര കേട്ട ചെയ്തൊന്നും എനിക്ക് കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നാൽ ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾക്കൊരു ബഹുമാനം കൊടുക്കുന്ന പാർട്ടി, നമുക്ക് സ്ഥാനമാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വന്നതിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സഹിക്കാവുന്നതിൻ്റെ അച്ഛൻ മരിച്ച് 14 കൊല്ലമായിട്ട് ഞാൻ കിട്ടിയ ചവിട്ട്, ഞാൻ അനുഭവിച്ച അപമാനം, ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എൻ്റെ മനസ്സിൽ ഞാൻ കൂട്ടി ഇത് ഞാൻ ചെയ്യണത് എൻ്റെ അച്ഛനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം അച്ഛൻ അനിച്ച അപമാനം ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറയും. ഞാനൊരു ബുക്ക് എഴുതിയ ഞാനൊരു ബുക്ക് എഴുതിയ ഈ പറയുന്ന ഒരാൾക്ക് തലയുയർത്തി അടക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും തെളിവോടുകൂടിയാണ് എൻ്റെ ഉള്ളത്. പക്ഷെ ഞാനത് ചെയ്യാത്ത എൻ്റെ മാന്യതയാണ്. ഇത്രയും കാലം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അവരെ കുറ്റം പറഞ്ഞ് പോരുന്ന രീതി. പക്ഷേ ഞാൻ എപ്പോഴും പറയും, എന്നെ വല്ലാണ്ട് ആരും ചൊറിയരുത്. കാരണം അത്രയും വേദനയോടുകൂടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ചെറിയൊരു ആളാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മികച്ച ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ മനു ആയാലും രാധാകൃഷ്ണൻ, ഇവരൊക്കെ അതെ. ഇവർ ഈ തൃശ്ശൂർ ടൗണിൽ, കാരണം ഞാനിപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലത്തെ ആൾക്കാരെ മാത്രമേ ഞാനിപ്പോൾ ബന്ധപ്പെടാറുള്ളൂ. മറ്റവരോടൊന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ചേച്ചി, ഞങ്ങൾ ചേച്ചിയുടെ കൂടെ വരാൻ തയ്യാറാണ്. കാരണം അവർക്കറിയാം ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാനം പോലും, ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് പോലും ഒരു മണ്ഡലം ബസ്സിന് വേണ്ടിയിട്ടാണ്, അറിയാം. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ അത്ര സത്യസന്ധമായി നിന്നെങ്കിൽ എനിക്കിനി അതും നാളെ അതന്നെ ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കാം കാരണം ഞാൻ കൊടുത്തത് അവർക്ക് എൻ്റെ സ്നേഹമാണ്, എൻ്റെ മനസ്സാണ്, അല്ലാണ്ട് ഒന്നും വാരിക്കോരി കൊടുത്തിട്ടല്ല. ഞാൻ ആകെ ഒരു സഹായം എന്ന് പറയുന്ന മനുവിൻ്റെ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കൂടെ ഒരു സഹോദരിയായി കൂടെ നിന്ന് സഹായിച്ചു. അപ്പോൾ ആൾ പറയണം എനിക്ക് രാഷ്ട്രീയം വേണ്ട, എനിക്ക് ചേച്ചി മതി. അപ്പോൾ അങ്ങനൊരു ബന്ധം എനിക്ക് പലരുമായിട്ടും ഈ പാർട്ടിയിലുണ്ട്. പിന്നെ അച്ഛന് വേണ്ടി പലപ്പോഴും ആൾക്കാരെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഞാനായിരുന്നു. ഓരോ കാര്യങ്ങൾ അച്ഛനെ ചെയ്തു തരും. അപ്പോൾ അച്ഛൻ്റെ കളരിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് അത്യാവശ്യം കള്ളത്തരം പഠിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, നമ്മളാരും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ചെയ്തു വയ്ക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണികളും അറിയാം, നന്നായിട്ട് ജോലി ചെയ്യാനറിയാം, എവിടേക്ക് വേണമെങ്കിൽ പോകണം. ഞാൻ ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ എനിക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇത് കൂടാണ്ട് എൻ്റെ ബന്ധങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ചെറിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എന്തായാലും ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമാണ്. അമ്മ മരിച്ച് 31 കൊല്ലമായി. അപ്പോൾ ഞാനെന്നും ഇവിടെ ബലിയിടും. ഞാൻ ഈ വീടിൻ്റെ കാര്യത്തിലൊന്നും പറയാറില്ല. ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്ന വീടാണ്. പക്ഷേ ഞാൻ നല്ല മനസ്സായതുകൊണ്ട് പറഞ്ഞു, ചേട്ടനും എന്നും വന്ന് അമ്മയുടെ അടുത്ത് തൊഴണ്ടേ, ഈ വീട് ഞാൻ വിൽക്കാനൊന്നും പോകണില്ല. അപ്പോൾ അദ്ദേഹം വന്ന് തൊഴുതോട്ടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒപ്പിടിച്ചില്ല. അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സ്വത്ത് എന്ന് പറയുമ്പോൾ അച്ഛൻ പലപ്പോഴും പറഞ്ഞു, മോളെ നിൻ്റെ പേരിൽ എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീട്, പക്ഷേ എനിക്ക് സങ്കടമില്ല കേട്ടോ. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞല്ലോ, ഇവിടെ ഒന്ന് താമസിക്കണമെങ്കിൽ താമസിച്ചോളൂ, ഒരു സങ്കടവും, ഞാൻ എൻ്റെ മുറി താമസിക്കും.
താഴെ ചേട്ടനെ കാണാൻ കോൺഗ്രസ്സുകാർ വരും, എന്നെ കാണാൻ BJPക്കാർ വരും, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരന് ഈ വീട്ടിലേക്ക് എപ്പോഴും വെൽക്കമാണ്. പക്ഷെ ഞാൻ BJP, അദ്ദേഹം കോൺഗ്രസ്സും ആയിരിക്കും.